സുകുമാരൻ നായർ ഫോമിൽ സുരേഷ് ഗോപി ഏറി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പേര് എടുത്തു പറയാതെ അദ്ദേഹത്തെ അതിശക്തമായി വിമർശിച്ചു. ഉപരാഷ്ട്രപതിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മന്നം സമാധിയിലേക്ക് വരാൻ കഴിയുമോ എന്ന് ആരാഞ്ഞപ്പോൾ അതിന് അനുമതി നിഷേധിച്ചത് സുകുമാരൻ നായരാണ്. ഒരു കാരണവശാലും ഇവിടേക്ക് വരാൻ പാടില്ല എന്ന് സുകുമാരൻ നായർ ഉപരാഷ്ട്രപതിയോട് പറഞ്ഞു. അതിനുശേഷമാണ് CP രാധാകൃഷ്ണൻ ജനറൽ സെക്രട്ടറിയുടെ പേര് എടുത്തു പറയാതെ നിങ്ങളാണ് എല്ലാം, നിങ്ങളാണ് ഇവിടെ ആര് വരണം ആര് വരേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല, മറിച്ച് ഇത് മന്നത്തിൻ്റെ സമാധിയാണ്. മന്നം എന്ന് പറയുന്നത് വലിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള സാമൂഹ്യ പരിഷ്കർത്താവിൽ ഒരാളാണ് മന്നം പത്മനാഭൻ. അദ്ദേഹത്തിന്റെ സമാധിയിൽ എല്ലാവർക്കും വരാം, അല്ലാതെ സുകുമാരൻ നായർ പറയുന്നതിന് അനുസരിച്ചല്ല അവിടുത്തെ കാര്യങ്ങൾ നടക്കേണ്ടതെന്നും മന്നം സമാധിയിൽ എല്ലാവർക്കും പ്രവേശനം അനുവദനീയമാണെന്നും സുകുമാരൻ നായരുടെ പേര് എടുത്തു പറയാതെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിമർശിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ: I am the president, I am the general secretary, so you should not come, you should not come, he should not come. That should not be our aim. Everybody should come, everybody should contribute, everybody should serve. ഉപരാഷ്ട്രപതിയുടെ ഈ ഒരു വിമർശനത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ മന്നത്തു പത്മനാഭന്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്തു. അതിനുശേഷം കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യം: പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടും, ആരും ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല, അത് സ്വാഭാവികമായി ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ: അതിന്റെ ശുദ്ധീകരണം എല്ലാം നടന്നോളും. അതിപ്പോ ഇരിക്കുന്നവർ നടത്തിയെന്ന് വരും, ആവുന്നില്ലേ? ഇലക്ഷന് ശേഷം വലിയ ശുദ്ധി നടന്നില്ലേ അല്ലേ? അതുപോലെ വരട്ടെ. പക്ഷെ അതിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാനോ അതിൻ്റെ ശക്തി മറ്റു ചില ഉദ്ദേശങ്ങൾക്കായിട്ട് അത് തകർക്കാനായിട്ട് ഇറങ്ങണ്ട. അതിനേക്കാൾ അയോഗ്യമായ ഒരുപാട് കാര്യങ്ങൾ പുറത്തുണ്ട്. നിങ്ങൾ എല്ലാം ഒരേ തട്ടിൽ വെച്ച് നിങ്ങൾ ഭയങ്കര ചൂസ് ചെയ്യാതെ. CP രാധാകൃഷ്ണനും സുരേഷ് ഗോപിയും ഇത്തരത്തിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ ലക്ഷ്യമിട്ടുകൊണ്ട് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം മൗനം വെടിഞ്ഞു. രണ്ടുപേരെയും ഏറിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ് സുകുമാരൻ നായർ. അദ്ദേഹം 1996 PV നരസിംഹറാവു NSS ആസ്ഥാനത്ത് എത്തിയപ്പോൾ അവിടുത്തെ മരങ്ങളടക്കം വെട്ടിമുറിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് CP രാധാകൃഷ്ണനും സുരേഷ് ഗോപിക്കും മറുപടി നൽകിയത്. അന്ന് PV നരസിംഹറാവു വന്നപ്പോൾ പ്രോട്ടോകോൾ പ്രകാരം അവിടെ നിന്ന മാവുകൾ വെട്ടി മന്നം സമാധിയിലേക്ക് നായകളെ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷാ പരിശോധന നടത്തി. അതുകൊണ്ട് ഈ പറയുന്ന VIP-കൾ വരുമ്പോൾ പോലീസുകാർ നിശബ്ദരായി നിൽക്കും. SPG ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയാണ്. അദ്ദേഹം വന്നാൽ പഴയ നരസിംഹറാവു വന്നതിന് തുല്യമായി പെരുന്നയിൽ പലതും കാട്ടിക്കൂട്ടും. അങ്ങനെ ആർക്കും കയറി മരമെട്ടാവുന്നതും നായകളെ കയറ്റി അഴിച്ചുവിടാവുന്നതുമായിട്ടുള്ള ഒരു പ്രദേശമല്ല മന്നത്തു പത്മനാഭന്റെ പുണ്യമായ സമാധി സ്ഥലം. അതുകൊണ്ട് അവിടേക്ക് അങ്ങ് ഉപരാഷ്ട്രപതി എന്ന പേരിലും സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി എന്ന പേരിലും നടൻ എന്ന പേരിലും ഇടിച്ചു കയറി വരാൻ പറ്റില്ല എന്നാണ് ഇന്ന് സുകുമാരൻ നായർ പറഞ്ഞത്. സുരേഷ് ഗോപി ആദ്യം അദ്ദേഹത്തിന്റെ സംഘടനയായ അമ്മയെ നവീകരിക്കൂ, അതിനുശേഷം ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വന്നാൽ മതി. പഠിപ്പിക്കലൊന്നും വേണ്ട. സുരേഷ് ഗോപി ആദ്യം അമ്മയെ നന്നാക്കൂ. സുരേഷ് ഗോപിക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ജനിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് പെരുന്നയിൽ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയെ അതിശക്തമായി വിമർശിച്ചിരിക്കുകയാണ് സുകുമാരൻ നായർ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. കരടിത്തല പോലെ എല്ലാ മരങ്ങളും വെട്ടി നശിപ്പിച്ച് ഇതാക്കി. ഞങ്ങൾ ഒറ്റ അക്ഷരം വേണ്ടിയില്ല. എന്നാ ചോദിച്ചപ്പോൾ എന്നാന്ന് പറയാം, SPG-കാര് അത് വെട്ടാൻ പറഞ്ഞാൽ അത് വെട്ടിക്കണം. ഇവിടെയൊക്കെ കൊലച്ച് മറിഞ്ഞ് കിടന്ന മാവൊക്കെ വെട്ടി ആ മാങ്ങ എല്ലാം നശിപ്പിച്ച് കളഞ്ഞത്. അപ്പം ഞങ്ങളിവിടെ പോലീസ് അധികാരികൾ അയ്യോ ഞങ്ങളതിനകത്ത് ഇടപെടത്തില്ല. SPG എല്ലാത്തിനും അതീതമാണ്. വൈസ് പ്രസിഡന്റിനേക്കാൾ കൂടിയ അധികാരമാണ്. വൈസ് പ്രസിഡന്റ് പറഞ്ഞാൽ പോലും SPG കേൾക്കട്ടെ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആട്ടെ കഴിയട്ടെന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത പ്രോഗ്രാം അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാം നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നല്ലോ.
അങ്ങനല്ലേ ഇവിടെ വന്നത്. അന്നൊന്നും ചോദിക്കാതെ ഈ തലേ ദിവസം ഇദ്ദേഹം വരുന്ന തലേ ദിവസം അവിടുത്തെ സെക്രട്ടറി ഇങ്ങോട്ട് വിളിച്ച് പുഷ്പാർച്ചന നടത്തണം. മുമ്പ് ഒരു അനുഭവമുണ്ട്. ഈ SPGക്കാരുടെ നിന്ന് കൺട്രോൾ വിട്ട് അവർ അവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇതൊരു ക്ഷേത്രമാണ്, അവിടെ പട്ടിയെ കയറ്റി അന്വേഷിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കുകയില്ല. പട്ടി അപ്പുറത്ത് നിൽപ്പുണ്ട് സാറേ, 2 പട്ടി അവിടെ എല്ലാം മണത്തേച്ച് നിൽക്കുക, ഇതിനകത്തോട്ട് കയറ്റി മണക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് ഇത് പറ്റുകയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞേച്ച് അകത്ത് കയറി തൊഴുതേച്ചിറങ്ങാറുന്നില്ല. അങ്ങനെയല്ലേ എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ എങ്ങനെയാണ് പോകുന്നത്? SPGക്കാരകത്ത് കയറുകയാണ്. ആരെങ്കിലും അങ്ങയുടെ ഒരു അംഗരക്ഷകം കൂടെ കാണും, അല്ലാതൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ആ സംഭവം അതങ്ങനെ ആയിരുന്നു നടന്നു. ഇതിലിപ്പോ സുരേഷ് ഗോപി പറഞ്ഞറിയും പെരുന്ന ഞങ്ങൾ ശുദ്ധീകരിക്കുന്നു, എന്തായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? പെരുന്ന ഞങ്ങൾ ശുദ്ധീകരിക്കും എന്നാണ് സുരേഷ് ഗോപി. അല്ല, അദ്ദേഹം അതിനേക്കാൾ എളുപ്പം അദ്ദേഹത്തിന് അവരുടെ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ഇദ്ദേഹം കൂടെ ഉള്ളതാണല്ലോ, അവിടെ ഒന്ന് പോയി ശുദ്ധീകരിച്ച് വരട്ടെ. NSS ഈ ജനിച്ച പിന്നെ NSS കയറുന്നത് അന്ന് ഇവിടെ പുഷ്പാർച്ചന നടത്താൻ അയാൾ കയറുന്നത്. ആ ആയരാ അയാൾക്ക് എന്ത് അയാൾ ഇയാളെ NSS തീർക്കുമെന്ന് പറഞ്ഞിട്ടുള്ളവരാരും അവർ തീർന്നിട്ടുള്ളതല്ലാതെ ഇവിടെ വേറെ ഞങ്ങൾക്കൊന്നും ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. എന്നെ തീർത്താനാ ഒരു വ്യക്തത വരുത്തിയതാണ് ഈ വിഷയത്തിന് പിന്നാലെ. ഇപ്പോൾ ഇവർ വീണ്ടും ഈ ഡൽഹിയുടെ പരിപാടിയിൽ വെച്ച് വീണ്ടും ഈ വിഷയം ആവർത്തിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങളും മറ്റെന്തെങ്കിലും ലക്ഷ്യമുള്ളത് ഉണ്ട്. അതിൻ്റെ പിന്നിൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് ആ പാവം പിടിച്ച വൈസ് പ്രസിഡന്റിനെ കൂടെ അതിനകത്ത് വലിച്ചടച്ചെന്നുള്ളൂ. ഈ ഡൽഹിയിലുള്ള കരയോഗമാണ്. ആ കരയോഗം NSSമായി ഒരു ബന്ധമില്ലാത്ത, അവിടെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ആ കരയോഗക്കാർക്ക് നമ്മളോട് ഈർഷ്യയുണ്ട്. കാരണം ലോകത്തെ മുഴുവൻ സംഘടനയാക്കാൻ വേണ്ടി അവർ ശ്രമം നടത്തി, എന്നിട്ട് നമ്മുടെ മേളിൽ കൊട പിടിക്കാൻ വേണ്ടി. അത് നടന്നില്ല. ഇപ്പോൾ ലോകം മുഴുവൻ നായന്മാരുണ്ട്. അവർ ഡൽഹിക്കാണോ വരുന്നത്, കേരളത്തിലേക്കാണോ വരുന്നത്? അവരുടെയൊക്കെ തറവാട് ഇവിടെ തന്നെ. അവിടെ അല്ല, NSSമായി ഒരു ബന്ധവും ഇല്ല. അത് തീർത്ത് പറയാം. ഞാൻ പറഞ്ഞ ഇയാൾ എന്തുകൊണ്ടാണ് ചൂലുകൊണ്ട് അടിച്ചു വാരുമെന്നാണോ പറഞ്ഞത്? അവിടെ ഇയാളൊരു പുല്ലും ചെയ്യാനല്ലോ NSSന്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.